പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തി ഈ വർഷത്തിൻ്റെ അവസാന പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരുന്നതിനാലാണ് നാം ഇത്രത്തോളം കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചത്. കർത്താവ് തന്ന ബലത്തോടെയാണ് നമുക്ക് നടക്കുവാനിടയായത്. നോക്കൂ, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ പാതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായി നമ്മൾ നാളുകൾ കഴിഞ്ഞതായി അല്ലെങ്കിൽ കഴിച്ചു കൂട്ടിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കണ്ണുനീരിൻ്റെ പാത, ദുർഘടങ്ങളുടെ സമയം, നമുക്കനേക നഷ്ടങ്ങളുടെ സമയം, അനർത്ഥങ്ങളുടെ സമയം, അനേക വേർപാടിൻ്റെ ദിവസങ്ങൾ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യുവാനിടയായത്, അനേക വേദനകളെ തരണം ചെയ്യുവാനിടയായത് ദൈവം നമ്മോടുകൂടി ഇരുന്നതിനാലാണ്. നാം ദൈവത്തെ അതിന് പ്രകാരം സ്തുതിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുമാറാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. ലോകം ഇന്ന് നേരിടുന്നതായ ഏറ്റവും വലിയൊരു ചോദ്യം, എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും പ്രവചിക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വൈരാഗ്യങ്ങളും അസമാധാനവും അസന്തുഷ്ടിതയും ആ കണ്ണുനീരും പട്ടിണിയും യാതനയും ദാരിദ്ര്യവും ക്ഷാമവും ഭൂകമ്പവും എല്ലാം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവ്. അടുത്ത പ്രഭാതത്തിൽ ഈ ലോകത്തിന് തന്നെ അന്ത്യമാകുമോ എന്ന് ചിന്തിക്കുമാർ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ടതായ അനേക ദിവസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലോകം അല്ലെങ്കിൽ മനുഷ്യജാതി വന്നെത്തിയിരിക്കുന്നത്. ദൈവം ഈ സമയത്ത് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലോചന ഈ പ്രഭാതത്തിൽ നമുക്കായി തന്നത്. ദൈവം പറയുന്നു, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് തരുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യർക്കും, ഒരു സമ്പന്നനും, ഒരു ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്ക് പോലും ലോകത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് തരുവാൻ കഴിയുകയില്ല. ദൈവം പറയുന്നു, എന്നോട് ചോദിപ്പേ. വരുവാനുള്ളതിനെക്കുറിച്ചുള്ളതായ വിവരങ്ങൾ, നിൻ്റെ മക്കളെക്കുറിച്ചുള്ളതായ വിവരം, നിൻ്റെ കുടുംബത്തിനെക്കുറിച്ചുള്ളതായ വിവരം, നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, നിൻ്റെ അവസ്ഥയെ, നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ഭാവിയെ എന്നതിനെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുക. ദൈവം പറയുകയാണ്, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വരുവാനുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് ദൈവം കൊടുക്കുന്നതായ മറുപടി, ഞാൻ നീതിയിൽ അവനെ ഉണർത്തി അവൻ്റെ വഴികളെ ഒക്കെയും ഞാൻ നിരപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തി. അതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം പറയുന്നു, നിൻ്റെ വഴികളെയൊക്കെ ഞാൻ നിരപ്പാക്കും. ഈ നിരപ്പല്ലാത്ത വഴികളിൽ കൂടെ പോകുമ്പോൾ അനർത്ഥങ്ങൾ പലതുണ്ടാകും. ഇരുട്ടിൽ അല്ലെങ്കിൽ ഇരുട്ടിന് അനേക വളവുകളുള്ള ഒരു റോഡിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എതിർഭാഗത്തു നിന്ന് വരുന്നതായ വാഹനങ്ങളെയോ അനർത്ഥങ്ങളെയോ അപകടകരമായ സാഹചര്യങ്ങളെയോ ഒന്നും നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് ദൈവം നമ്മുടെ മുൻപിൽ ചെയ്യുന്നതായ പ്രവൃത്തി, വരുവാനുള്ളവയെക്കുറിച്ച് ചോദിക്കുന്നവരോട് ദൈവം ചെയ്യുന്നതായ ഒരു പ്രവൃത്തി ഇതാണ്. എന്താണെന്നറിയാമോ? അവർക്ക് വേണ്ടി പാതകളെ ദൈവം നേരെയാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വേഗത്തിൽ നമുക്ക് വാഹനം ഓടിച്ച് പോകുവാനുള്ളൊരു സന്ദർഭമാണോ? അങ്ങനെ ബുദ്ധികെട്ടവർ കാണിക്കുന്നുണ്ട്, അവർ അപകടം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വഴികളെ നേരെ കാണുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നമുക്കെതിരായി വരുന്നതായ അനേക ദുർഘടങ്ങളെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് ലഭിക്കും. ഈ വർഷത്തിൽ ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദാനം അതാണ്. നിൻ്റെ പാതകളെ നേരെയാക്കി ദൈവം കാണിക്കുമ്പോൾ നിനക്കെതിരായി വരുന്നതായ അപകടങ്ങളെയും അനർത്ഥങ്ങളെയും ഒഴിഞ്ഞു മാറുവാൻ ദൈവം നിനക്ക് കൃപ തരും. അത് ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. കാരണം ദൈവമാണ് അതൊക്കെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നോക്കൂ, അതേ അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു. പ്രകാശത്തെ നിർമ്മിച്ച ദൈവം അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയും ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ഞാൻ
ഇതൊക്കെയും ചെയ്യുന്നു. അതിൻ്റെ കാരണം നമ്മളിൽ ഒരു ചോദ്യം വന്നേക്കാം, അല്ലെങ്കിൽ നാം ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. ദൈവം എന്തിന് തിന്മയെ അവിടെ വയ്ക്കുന്നു? ദൈവം എന്തിന് അന്ധകാരത്തെ അവിടെ വയ്ക്കുന്നു? നോക്കൂ, ഇരുളിലാണ് പ്രകാശം, ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുൾ മാറുവാൻ തക്കണം ഒരു ഇരുട്ടിനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് പ്രകാശത്തിൻ്റെ ധാര കടത്തിവിട്ട് പ്രകാശത്തിന് എത്രമാത്രം ശോഭയുണ്ടെന്നുള്ളതായ ആ വസ്തുത ഭക്തന്മാർക്ക് മനസ്സിലാകുകയുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിന് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്രകാശത്തെ കാണുന്നത്. ഇരുട്ടതിന് മറവായിരിക്കുന്നതിനാലാണ് നമുക്ക് പ്രകാശത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്, കാഴ്ച ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞാൻ നിനക്ക് തരും. എങ്ങനെ തരും? നിനക്കതിനെ കാണുവാൻ സാധിക്കുന്ന ഒരു കഴിവുണ്ടായതിനാൽ. നേരെയുള്ള പാതകളിൽ കൂടെ നീ പോകുമ്പോൾ ഇരുട്ടിലിരിക്കുന്നതായ അനേക അനർത്ഥങ്ങൾ നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അനേക നഷ്ടങ്ങൾ നിനക്ക് ലാഭകരമായിട്ട് മാറും. കാരണം നിനക്കതൊക്കെ ദൈവത്തിൽ നിന്ന് കൃപയോട് കൃപ ചോദിച്ച് വാങ്ങിക്കുവാനുള്ള ധാരാളം ഒരു അഭിഷേകം നിനക്ക് തരും. ദൈവജനത്തിന് ഇനിയും അടുത്ത കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്നതായ നന്മ അതാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹാത്മ്യവും അതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു അനുഭവങ്ങളെക്കുറിച്ച് അവർക്ക് സാക്ഷിക്കുവാനേ കഴിയുള്ളൂ. മറ്റുള്ളവർക്കോ അവർക്ക് പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നത് പോലെ അനർത്ഥങ്ങൾ വന്നുകൂടുന്നു. മുൻകൂട്ടി കാണുവാനുള്ള കഴിവില്ലായ്മ, അവരുടെ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടുന്നില്ല, അവരുടെ ആത്മാവിനൊരു പ്രകാശനമില്ല. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആവലാതി പെരുകിക്കൊണ്ടിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ. സർവശക്തനായ ദൈവം പറയുകയാണ്, വരുവാനുള്ളതിനെ കാണിച്ചു കൊടുക്കുന്നതായ ഒരു ശക്തി, അതിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഇതൊക്കെയും ഞാനാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നിൻ്റെ മുൻപിൽ നിനക്ക് അന്ധകാരത്തെ കാണുവാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്കതൊരു അപൂർണമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, അനർത്ഥങ്ങളെക്കുറിച്ച് നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അതൊക്കെയും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. എന്നാൽ നീ അതിനെ ഒഴിഞ്ഞു മാറുവാൻ ഉള്ള ഒരു തരുണം നിനക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ദീർഘദൃഷ്ടി പ്രാപിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. നമ്മുടെ പാതകളെ കടന്നു പോകേണ്ടതായ പാതകളെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമുക്കുണ്ടാകുമ്പോൾ, അങ്ങ് ദൂരെ ചിന്തിക്കുമ്പോൾ, ദൂരെ നിന്ന് വരുന്നതായ തടസ്സങ്ങളെ, അനർത്ഥങ്ങളെ, ശത്രുവിൻ്റെ പ്രതികൂലങ്ങളെ, നിനക്ക് കടന്നു പോകാനുള്ള വഴികളുടെ ആ വിസ്താരത്തെക്കുറിച്ചുള്ളതായ ഒരു അറിവ്, ജ്ഞാനം നിനക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ദൈവം സാഹചര്യം നമ്മുടെ മുൻപിൽ തരുന്നു. ഇരുട്ടിൽ പോകാതെ വണ്ണം വെളിച്ചത്തിൽ നടക്കുവാൻ ഉള്ളതായ കൃപ നാം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങും. ദൈവം നമ്മുടെ മുൻപിൽ രണ്ടിനെയും സൃഷ്ടിച്ച് നമ്മെ കാണിക്കുകയാണ്. ഇതാ, ഇവിടെ പ്രകാശം, ഇവിടെ ഇരുട്ട്, ഇവിടെ നിനക്ക് അനർത്ഥം, ഇവിടെ നിനക്ക് രക്ഷ, ഇവിടെ നിനക്ക് നീതി, അവിടെ നിനക്ക് നാശം എന്നിങ്ങനെ ദൈവം ഓരോരോ വഴികൾ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നു. അതാണ് ദുർഘടമായ പാതകളെ, വളവുകളെ ദൈവം നേരെയാക്കി തരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈജിപ്തിൻ്റെ പട്ടണത്തിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പറയുന്നത് സിഗ്സാഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വളഞ്ഞും പൊളഞ്ഞുമുള്ള വഴികളെ കൊണ്ട് നിറഞ്ഞതായ ഒരു പട്ടണം, അനർത്ഥങ്ങൾ നിറഞ്ഞതായ പട്ടണം. എത്ര ശ്രമിച്ചിട്ടും അവിടുത്തെ ജനങ്ങളുടെ, ആ പട്ടണത്തിൽ പാർക്കുന്നവരുടെ വഴികളെ നേരെയാക്കുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അത്രത്തോളം ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെയാക്കുവാൻ കഴിയാത്ത അനേക പാതകൾ കാണും. എന്നാൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവം അതിന്മേൽ നടകൊള്ളുമ്പോൾ, അവൻ്റെ മുൻപിലുള്ളതായ പ്രകാശത്താൽ നമുക്ക് മുൻപിലുള്ള അനേക തടസ്സങ്ങളെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നു. നോക്കൂ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന വചനം വീണ്ടും നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. വരുവാൻ ഉള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളല്ല, അത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. നിൻ്റെ തലമുറകൾ നിൻ്റെ തലമുറയല്ല, അത് ദൈവത്തിൻ്റെ തലമുറയാണ്.
നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയപ്പോൾ നിൻ്റെ സന്തതികളെയും ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിനക്കുള്ളതിനെ മുഴുവനും ദൈവം തൻ്റെ സ്വന്തമെന്ന് നിരൂപിച്ചും കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്. എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തികളെയും കുറിച്ച് എന്നോട് ചോദിക്കുക, ഞാൻ പറയാം, ഞാൻ കാണിച്ചു തരാം, ഞാൻ കടന്നു ചെന്ന് അവരുടെ പാതകളെ നേരെയാക്കി കൊടുക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, 2024 നമുക്ക് ശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കാവശ്യമുള്ളത് അങ്ങ് ദൂരെ നമ്മുടെ പാതകളെ ദർശിക്കുവാനുള്ള നേരെ ഉള്ള ഒരു പാത നമുക്ക് ആവശ്യമാണ്. വളവുകളോ ദുർഘടങ്ങളോ അല്ലെങ്കിൽ അനേക അർത്ഥങ്ങളോ അല്ലെങ്കിൽ അനേക നഷ്ടങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു പാതയാണെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു പോകുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവർ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ളതായ ഒരു ദീർഘദർശനം അവർക്ക് കൊടുക്കുന്നു. അവർ അനർത്ഥങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക നാശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക ദോഷങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ അവനും അവൻ്റെ സന്തതിക്കും തലമുറകൾക്കൊക്കെയും കാരണമാക്കി തീർക്കുന്നു. എത്ര മനോഹരമായ ഒരു അവസരം, എത്ര വലിയ വാഗ്ദാനമാണ്! ലോകത്തിന് തരാൻ കഴിയാത്തതായ ഒരു വാഗ്ദാനം. നമ്മുടെ പട്ടണങ്ങളിൽ അനേക വളവുകൾ നിവർക്കുവാൻ, അനേക റെയിൽവേ ലൈനുകൾ നിവർക്കുവാനൊക്കെ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. വർഷങ്ങളായിട്ട് അതിൻ്റെ വളവുകൾ നിവർക്കുവാനും അതിൻ്റെ പാതകളെ നേരെയാക്കുവാനും അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയാണ്, വീണ്ടും വീണ്ടും അനേകം സമ്പത്തുകൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നു, എന്നിട്ടും വളവുകൾ നിവരുന്നില്ല. ഇവിടെ ഇതാ ദൈവം പറയുന്നു, എന്നോട് ചോദിപ്പീൻ, വരുവാനുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കണ്ണുകളുടെ പ്രകാശനത്തെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നതായ ഒരു ദീർഘദൃഷ്ടിയിലേക്ക് അല്ലെങ്കിൽ ദൂരെ കാണാവുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ വഴി നടത്തും. ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളുടെ പാതകളെ നേരെയാക്കും, അനർത്ഥങ്ങളെ മാറിപ്പോകുവാൻ, ദുർഘടങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം തരുന്നതിനിടയായിത്തീരും. അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം പറയുന്നത്, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അവിടെ മറഞ്ഞിരിക്കുന്നതൊക്കെയും അനേക അനുഗ്രഹങ്ങൾ നിൻ്റെ കണ്ണിന് കാണുവാൻ കഴിയത്തില്ല, നിൻ്റെ കണ്ണിനുകൾ കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ ദൈവം അറിയുന്നുണ്ട് ഇരുട്ടിൽ ഏത് ഭാഗത്താണ് അനുഗ്രഹം നിനക്കായി കാത്തിരിക്കുന്നുള്ളത്. അനേക ഗുപ്തതകൾ നിറഞ്ഞതായ അല്ലെങ്കിൽ രഹസ്യങ്ങൾ നിറഞ്ഞതായ അനേക പാതകൾ, അവിടെയൊക്കെയും ദൈവം നിനക്കായി നിക്ഷേപങ്ങളെ ഒരുക്കും. നിൻ്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നില്ല എങ്കിലും നിൻ്റെ പാതകളെ നേരെയാക്കുമ്പോൾ അവയൊക്കെയും ദർശനമായി വരുന്നതിനിടയായിത്തീരും. 2024 ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പാതകളെ നേരെയാക്കി തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങ് ദൂരെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമുക്ക് വേണ്ടപ്പെട്ടവരെക്കുറിച്ചൊക്കെയും നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചൊക്കെയും ഉള്ളതായ ഒരു കാഴ്ചപ്പാട് ദൈവം പറയുകയാണ്, എന്നോട് ചോദിപ്പീൻ, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് അന്വേഷിപ്പീൻ. മനുഷ്യരോടല്ല, ദൈവത്തോട് ചോദിക്കുക. ദൈവം മാത്രം അതറിയുന്നു. അവൻ നിനക്ക് കാണിച്ചു തരും. അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.